വെങ്കിട്ടരാജയുടെ ജനനം. അകൽപ്പാടി ഓറിയന്റൽ എലിമെന്ററി സ്കൂളിൽ സംസ്കൃത മാധ്യമത്തിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം. 1957 മദ്രാസ് സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. തുടർന്ന് കന്നഡയിൽ വിദ്വാൻ കോഴ്സും ഹിന്ദിയിൽ വിശാരദും പാസായി. കുടകിലെ പാറാണെ ഹൈസ്കൂളിലാണ് അധ്യാപക ജീവിതത്തിന് തുടക്കം. 1962 എടനീർ സ്വാമിജീസ് ഹൈസ്കൂളിൽ ഭാഷാധ്യാപകനായി. കന്നഡയും ഹിന്ദിയും സംസ്കൃതവും കാലത്ത് സംസ്കൃതത്തിൽ കവിതകൾ രചിച്ചുകൊണ്ടാണ് സാഹിത്യരംഗത്ത് പ്രവേശിച്ചത്. സംസ്കൃതത്തിൽ രചിച്ചു. യക്ഷഗാനത്തിലും അദ്ദേഹം കൈവച്ചു. ശ്രീകൃഷ്ണ ജനനം, കൃഷ്ണമേഘമാലേ വർഷേഹ എന്നീ യക്ഷഗാനങ്ങൾ അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചു. വേണ്ടി രചിച്ച പാട്ടുകളുടെ സമാഹാരമാണ്. ഭക്ത മീരാദേവി, ഭദ്രഗജ എന്നിവ കുട്ടികളുടെ നാടകങ്ങളാണ്. പുൽക്കൂറ ബാച്ചെ തുളുവിലുള്ള കുട്ടികളുടെ കഥാസമാഹാരമാണ്. അവൻ എല്ലാം കാലലു നടീത്താനെ എന്ന പേരിൽ കന്നഡയിൽ രചിച്ച കവിതാ സമാഹാരം ഏറെ പ്രശസ്തമാണ്. സംസ്കൃത സുഭാഷിതങ്ങൾ കന്നഡയിലേക്ക് ഭാഷാന്തരം ചെയ്തു. പാഞ്ചാലി, ചമ്പുരാമായണം, രാമായണ കാലഘട്ട ചരിത്രം, പ്രപഞ്ചത്തിൻ്റെ പ്രാചീന സാഹിത്യം എന്നിവ ഗവേഷണ പഠന ഗ്രന്ഥങ്ങളാണ്. പ്രാചീന തുളു ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള കാവേരി എന്ന കവിത കന്നഡ കർണാടക കാവ്യം വായിച്ചിട്ട് ആ സ്പിരിറ്റ് കൊണ്ട് എഴുതിയതാണ്. അപ്പം തുളു ഭാഷയിൽ രചിച്ച കവിതകളുടെ സമാഹാരമാണ് കുടമല്ലികെ, ആലടെ, അക്ഷരയാത്ര എന്നിവ. ആലടെ മംഗലാപുരം സർവകലാശാലയിൽ പാഠപുസ്തകമാണ്. കേരളത്തിലെ ചരിത്ര സ്മാരകങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവയിലെ പെയിന്റിങ്ങുകൾ, ചുമർചിത്രങ്ങൾ എന്നിവയെക്കുറിച്ച് നടത്തിയ പഠന ഗ്രന്ഥമാണ് വർണ്ണചിത്രലോക. തുളു ഭാഷയ്ക്ക് വെങ്കിട്ടരാജ നൽകിവരുന്ന സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുന്നതാണ്. ത്യാഗപൂർണമായ നിരന്തര പ്രയത്നത്തിലൂടെ നടത്തിയ ഗവേഷണ ഫലമായി തുളു ലിപിയെക്കുറിച്ചുള്ള പഠനഗ്രന്ഥം തയ്യാറാക്കി. കേരളത്തിലെയും കർണാടകയിലെയും തുളുനാടൻ ഗ്രാമങ്ങളെക്കുറിച്ച് നടത്തിയ ഗവേഷണ ഗ്രന്ഥമാണ് തുളുനടേ നുടി. അരുണാബ്ജ കവി തുളു ഭാഷയിൽ രചിച്ച തുളു മഹാഭാരതം വെങ്കിട്ടരാജ പുണിച്ചിത്തായ കന്നഡയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് മുതൽ കുന്താപുരം വരെയുള്ള മുക്കുവരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി രചിച്ച ഗവേഷണ ഗ്രന്ഥമാണ് മുഖവീര സംസ്കൃതി. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന ഹരിയപ്പ 500 വർഷം മുമ്പ് തുളുവിൽ രചിച്ച കർണപർവം എന്ന താളിയോല ഗ്രന്ഥത്തിന്റെ ഒരധ്യായം കണ്ടെത്തുകയും അത് കന്നഡയിലേക്ക് ഭാഷാന്തരം ചെയ്യുകയുമുണ്ടായി.
അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. വലിയ സ്കോളർ, വിദ്വാൻ. അയാൾ ഇടയ്ക്ക് എന്തോ ഒരു കാരണത്തിൽ ഞാൻ പോയി. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ കൈവങ്കിൽ താളിയോല ഗ്രന്ഥത്തിൽ ഭരദ്വാജ സംഹിത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഈ വിമാനങ്ങളെ ഒന്നാമത്തെ കൊല്ലം മറൂർ ശിവനാരായണ ശരളായ എന്ന് പറയുന്ന ഒരു വീട്ടിൽ നോക്കുമ്പോൾ അത് തുളു ലാംഗ്വേജ്. തുളു ലിപ്പി എനിക്കത് മുമ്പേ അറിയും. അപ്പോൾ അങ്ങനെ തുളു കാവ്യം ഒന്ന് കണ്ടു കിട്ടി. അത് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അത് പ്രിൻ്റാക്കി 1984 അത് പ്രസിദ്ധീകരിച്ചു യൂണിവേഴ്സിറ്റി. അപ്പോൾ ഏത് സാഹിത്യമില്ലാത്ത പെട്ടെന്ന് ഇത്ര വലിയൊരു കാവ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. വേറെയും ഗ്രന്ഥങ്ങൾ ഉണ്ടാവും, നിങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഞാൻ നോക്കി. ഇപ്പോൾ രണ്ടാമത്തേത് കാവേരി എന്ന് പറയുന്ന കാവ്യം കണ്ടു കിട്ടി. പിന്നെ മൂന്നാമത്തേതായി ദേവി മഹാത്മ്യ കിട്ടി. പിന്നെ നാലാമത്തേത് പുത്തൂർ ഒരാളുടെ വീട്ടിൽ തുളു മഹാഭാരതം കിട്ടി. ചാടിയൊരു ഗ്രന്ഥം വായിക്കുന്നത് ഒരു കഷ്ടമാണ്, ആർക്കും അത് ഇൻട്രസ്റ്റ് ആവില്ല. ഒന്നാമതായിട്ട് ചെറിയ അക്ഷരം, പിന്നെ ക്ലിയറായിട്ട് കാണുന്നില്ല, പിന്നെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം ഇതിന്. ഞാനിപ്പോൾ ഈടുന്നാലും താഴെ വായിക്കണമെങ്കിൽ ഇങ്ങനെ പിടിക്കണോ ഒരു ചൂര് വ്യത്യാസമെങ്കിൽ അക്ഷരം കാണില്ല, അതിന് ഷൈനിങ്. ആലഡെ എന്ന കവിതാ സമാഹാരത്തിലെ പാപവണ്ടി എന്ന കവിത ആത്മകഥാംശമുള്ളതാണ്. ഉത്സവത്തിന് മാത്രം എഴുന്നള്ളിക്കുന്ന രഥം പോലെയാണ് കവിയുടെ ജീവിതമെന്ന് അദ്ദേഹം ഈ കവിതയിൽ വിവക്ഷിക്കുന്നു. ഈ ജീവിതം പറയുന്നത് ഒരു തെയ്യത്തിൻ്റെ വണ്ടിയാണ്. എല്ലാ സമയത്തും അത് ഷെഡിൽ തന്നെ ഇരിക്കുന്നത്. ഉത്സവത്തിൻ്റെ കാലത്ത് ഒരു ദിവസം മുമ്പേ അത് ഷെഡിന് പുറത്ത് വരും. അങ്ങനെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പാപ്പ വണ്ടിയാണ്, തെയ്യത്തിൻ്റെ വണ്ടിയാണ്. അതിപ്പോഴും ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കൊല്ലത്തിലെടുക്കുക, ഒരിക്കലോ 2 പ്രാവശ്യമോ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടുമുട്ടിയാൽ അപ്പോൾ പണ്ടത്തെ നമ്മളെ യോഗക്ഷേമങ്ങളെല്ലാം അന്ന് സംസാരിക്കാം. ബാക്കി സമയത്ത് ഞങ്ങൾ ചോദിക്കുന്ന ആളില്ല, ഞങ്ങളായി ഞങ്ങളെ പണിയായി. ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് പാപ്പ വണ്ടിയെ പോലെയാണ് എന്ന് പറയുന്ന ഒരു ഭാവന. അത് ജർമ്മനിൻ്റെ ബ്രുക്കനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അയാൾ 2 ലൈൻസ് പറയുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ട്രാൻസ്ലേഷനാക്കി. ഒറ്റത്താളിയോലയിൽ രചിക്കപ്പെട്ട രാമായണം കന്നഡയിലേക്ക് മൊഴിമാറ്റി പുണിഞ്ചിത്തായ അച്ചടിച്ചു. അദ്ദേഹം രചിച്ച നിരവധി ഭക്തിഗാനങ്ങളുടെ കാസറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുണിഞ്ചിത്തായയുടെ സാഹിത്യ സൃഷ്ടികൾ ഇന്ന് വിദ്യാർത്ഥികളുടെ ഗവേഷണ വിഷയമാണ്. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് മംഗലാപുരം സർവകലാശാല 2007 വെങ്കിട്ടരാജ പുണിഞ്ചിത്തായയെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. കന്നഡ സാഹിത്യ അക്കാദമി, കന്നഡ തുളു സാഹിത്യ അക്കാദമി എന്നിവരുടേതുൾപ്പെടെ നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.